ശൂരമ്പടയുടെ തിരുവണ്ണൂരും തളിക്ഷേത്രവും ചാലപ്പുറവും മിഷ്കാൽ പള്ളിയും കുറ്റിച്ചിറ മുക്താറും കോവൂരും കോട്ടൂളിയും കിണാശ്ശേരിയും കൊമ്മേനിയും നെയ്ത്തുകാരുടെ കണ്ണഞ്ചേരിയും 2.5 പതിറ്റാണ്ടിന്റെ പൈതൃകമുള്ള സെന്റ് ജോസഫും ബോറകളും ബറാമികളും ഗുജറാത്തി സ്ട്രീറ്റും നായർ നാലുകെട്ടും തീയ സഹവർത്തിത്വവും ബ്രാഹ്മണ അഗ്രഹാരങ്ങളും ദളിത് വീടുകളും പാഴ്സി ക്ഷേത്രവും സ്വരാഷ്ട്രീയൻ ക്ഷേത്രവും ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ബഹുസ്വരതയെ കോഴിക്കോട് അടയാളപ്പെടുത്തുന്നുണ്ട് സാർ. ഇങ്ങനെ വിഭിന്ന സാമൂഹികതയുടെ വൈവിധ്യം വഹിക്കുമ്പോഴും ഞങ്ങൾ കോഴിക്കോട്ടുകാർ എന്ന ഏകകം വികാരവായ്പോടെ പുണരുന്ന ഒരു നാടിന്റെ പ്രതിനിധിയായി സഭയിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചതിൽ ഭാഗ്യവാനാണ് സാർ. 10,000-ലേറെ കയ്യടികളോടെയാണ്, ഭൂരിപക്ഷത്തോടെയാണ് ഇടത് മന്ത്രി ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്ന് സ്നേഹവായ്പോടെ സൗത്തിലെ ജനങ്ങൾ എന്നെ ഈ സഭയിലേക്ക് പറഞ്ഞുവിട്ടത്. അങ്ങയിലൂടെ സൗത്തിലെ ജനങ്ങളോട് ഞാൻ കടപ്പാട് അറിയിക്കുകയാണ് സാർ. സാമൂതിരിയുടെ കരയിലെ കോട്ടക്ക് കടലിൽ കാവൽ കവചമൊരുക്കിയ കുഞ്ഞാലിമരക്കാരുടെ കഥയാണ് സാർ കോഴിക്കോടിന് പറയാനുള്ളത്. പറങ്കികൾ മിഷ്കാൽ പള്ളിയുടെ ഓടിളക്കിയപ്പോൾ ഓടിക്കൂടിയ സാമൂതിരിയുടെ കഥയുണ്ട് സാർ. കണ്ണമ്പറമ്പിലെ ഖബർസ്ഥാനിലെ മീസാൻ കല്ലിൽ മൊയ്തു മൗലവിയുടെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒക്കെ പേരുകളുണ്ട് സാർ. വെറുപ്പിന്റെ രാഷ്ട്രീയം വേഷം മാറി കാടടക്കി പ്രചാരണം നടത്തിയിട്ടും മണ്ഡലത്തിൽ വിലപ്പോകാതിരുന്നത് കോഴിക്കോട്ടുകാരുടെ നന്മയാണ് സാർ. രാഹുൽ ഗാന്ധി പറഞ്ഞ മുഹബത്ത് കി ദുഖാൻ എന്നതിനൊരു നഗരസ്വരൂപം തിരഞ്ഞാൽ അത് ഞങ്ങളുടെ കോഴിക്കോടാണ് സാർ. നിലാവുള്ള രാത്രിയിൽ മിഠായി തെരുവിലെ SK പൊറ്റക്കാടിന്റെ പ്രതിമ കാണാൻ നല്ല ഭംഗിയാണ് സാർ. കരകടന്നെത്തുന്ന കാറ്റിന് ബാബുക്കയുടെ ഗസൽ പറയാനുണ്ട് സാർ. പേജ് നമ്പർ 34 ലൈറ്റ് മെട്രോ. ഇമ്പോസിബിൾ ഈസ് നത്തിങ് എന്നാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അതിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു നടക്കുമോ. ഞാൻ അതിലെ പേജിലെ വരികൾ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു. കാലാകാലങ്ങളായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടക്കാൻ പോവുകയാണ് എന്ന ശുഭവാർത്ത ആ നഗരത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട് സാർ. മലയാളിയുടെ പരിഹാസ പേരിൽ നിന്ന് കുതിരവട്ടം എന്ന വാക്ക് മാഞ്ഞു പോകുമെന്ന് ബഹുമാന്യനായ ആരോഗ്യമന്ത്രി ഇരിക്കുന്ന ഈ സദസ്സിൽ ഈ വികസന രേഖയിൽ സൂചനയുണ്ട് സാർ. എന്റെ പ്രിയ സഹസാമാജികൻ അഡ്വക്കേറ്റ് ജയന്തി സഭയിലുണ്ട്. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് സഹസ്രാബ്ദങ്ങളുടെ കിസ്സകളുള്ള മലബാറിന്റെ തലസ്ഥാനമായ കോഴിക്കോട് നഗരത്തെയാണ്. എന്നാൽ ഒരു മഴ പെയ്താൽ പുഴയാണ് സാർ ഞങ്ങളുടെ നഗരം. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് കോഴിക്കോടിന്റെ ശാപമെന്ന് പറയുന്നത്. ആ ശാപമോക്ഷം സാധ്യമാവേണ്ടതുണ്ട്. അതിന് മാങ്കാവ് പാലവും തൊണ്ടയാട് ജംഗ്ഷനും അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തു തീർക്കേണ്ടതുണ്ട് സാർ. കോതിയിലെയും കപ്പക്കലിലെയും നൈനാം വളപ്പിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് പറയാൻ പ്രാരാബ്ധങ്ങൾ ഏറെയുണ്ട്. അവർക്ക് പ്രതീക്ഷയാണ് സാർ ഈ ബജറ്റ്.